ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. ഹീറോയെ പറഞ്ഞ് ജോലിയായിട്ട് തുള്ളിയിട്ട് പോകാൻ തുടങ്ങി. അമ്മു അമ്മു നിക്ക്. ഇല്ല ഇല്ല അമ്മ, ഞാൻ ഓടുന്ന്. അമ്മു നിക്കടി, എവിടൊക്കെ ഓടാ? എടി പ്രിയ നിക്ക്. അച്ഛ എന്നിങ്ങനെ പറയുന്നത് എൻ്റെ മോക്ക് അമ്മൂന്. യോ അമ്മ ചെല്ലം കൊടുത്ത് കിടത്തണ്ട നീ മോൾക്ക്. അച്ഛ പ്രിയ പറഞ്ഞേക്ക്. അമ്മ വിളിച്ച അച്ഛ അമ്മു പ്രിയ. അമ്മ വിളിച്ച അമ്മക്ക് പറയണം അച്ഛാ. എൻ്റെ ചെല്ലക്കുട്ടി എന്തിനമ്മ ഇങ്ങനെ ഓടുന്നത്? അച്ഛാ എനിക്ക് പല്ല് വേദന, ഈ അമ്മാൻ്റെ പല്ലിന് ഹോസ്പിറ്റൽ കൊണ്ട് ചികിത്സ വെക്കാൻ പറയാം അമ്മ. അയ്യോ പ്രിയ പറഞ്ഞേക്ക്. പല്ല് വേദന ഉണ്ട്. അതെ അച്ഛാ, പല്ല് വേദന സഹിക്കാൻ കേട്ടുന്നു. എന്താ കഴിച്ചു? ഇല്ല അച്ഛാ, ജിലേബി കഴിച്ചു. എന്ത് ജിലേബിയാ? അത് വെച്ചിട്ട് അച്ഛാ വേദന വന്നത്. കട്ടപ്പല്ല് പല്ല് ആടുന്നു അച്ഛാ. അയ്യോ എൻ്റെ മോക്ക് വേദനിക്കുന്നു. വേദനിക്കുന്നു അച്ഛാ. ശരി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ശരി അച്ഛാ. ശരി വാ. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അച്ഛൻ ചോക്ലേറ്റ് വാങ്ങി തരും പറഞ്ഞ് ചോക്ലേറ്റ് അച്ഛനെ കൂടെ പോയി ചോക്ലേറ്റ് വാങ്ങി തരും. അതൊരു ആഗ്രഹമായിരുന്നു ഹീറോയ്ക്ക്. എപ്പോഴും പോയി അച്ഛൻ ചോക്ലേറ്റ് വാങ്ങി തരും. ഇന്ന് ചോക്ലേറ്റ് വാങ്ങി തരും. അച്ഛനും കൂടെ പോയി അച്ഛൻ ചോക്ലേറ്റ് തരും. അമ്മയുടെ പോയി അമ്മ പല്ല് പിരിക്കും. ഉള്ള പല്ലും പോകുന്ന ഹീറോയി അച്ഛനെ കൂടെ പോകാൻ തുടങ്ങി. അമ്മയെ കൂടെ വരായിരുന്നു. ഇവളൊരു കൊച്ചു കുട്ടി പ്രായം. ഹീറോയി വീട്ടിലെ കുട്ടി. അതെ, പറത്തെ കുട്ടിയല്ല. ഹീറോയി ഫ്രണ്ട്സിൻ്റെ കൂടെ ജോളി ടൈപ്പ് ആണ് ഹീറോയി. ജിമ്മീൻ വന്നു. എന്ത് പറ്റി നെക്സ്റ്റ് പേഷ്യൻ്റ്? സാർ എന്ത് പറ്റി? എന്താടാ? ഡോക്ടർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു സാർ. ഇന്ന് വിഷ്ണു വന്നില്ല സാർ. എന്താ വിഷ്ണു? എന്താ പറ്റി സാർ? പള്ളിൻ്റെ ഡോക്ടർ വിഷ്ണു വന്നില്ല സാർ. അയ്യോ ഇവനിക്ക് എന്താ ലീവ് സാർ? അവനിക്ക് വരാൻ പറ്റില്ല സാർ. അവൻ്റെ വൈഫിക്ക് ഡെലിവറിയാണ് സാർ. അതുകൊണ്ട് അവനിക്ക് പറ്റില്ല സാർ. ഇപ്പോൾ പേഷ്യൻ്റ് കുറേയുണ്ട് സാർ. കുറേയുണ്ട് പേഷ്യൻ്റ്? അതെ സാർ, കുറേയുണ്ട് പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ട് സാർ. ശരി, അവരെല്ലാം ശരിയായിട്ടുണ്ടോ? ഇല്ല സാർ, കുറേയുണ്ട് പറഞ്ഞാൽ അത്രയൊന്നുമില്ല സാർ. എത്രയുണ്ടോ സാർ? അവൻ പല്ലു ഡോക്ടർ, അവനൊക്കെ കുറേയുണ്ട്. ഇല്ല സാർ, 4 പേരല്ലേ പേഷ്യൻ്റ് ഉള്ളത് സാർ. കുറേ പേരുണ്ടായിരുന്നു സാറ്. ജിൻ പറയാതാണ്. മച്ചാ എല്ലാം ഞാൻ നോക്കി കഴിഞ്ഞു സാർ. മച്ചാ അത് ജിമ്മിനോട് പറഞ്ഞു. ജിൻ നീ കഴിഞ്ഞുടാ. ഇനി 4 പേഷ്യൻ്റ് ഉണ്ടടാ. വീട്ടിൽ ഭയങ്കര കോള് വരാടാ. ഇപ്പം എന്താ ചെയ്യുക? ജിമ്മിന് പറയാൻ തുടങ്ങി. 4 പേഷ്യൻ്റ് അത് ഞാൻ നോക്കിക്കോളാം, നീ പോയിക്കടാ. ഇല്ല, വീട്ടിലുള്ള വൈഫ് നിന്നെ എന്ത് ചെയ്യുന്നു എനിക്കറിയുമല്ലോ. അത് ജിമ്മിൻ ചിരിക്കായിരുന്നു. അയ്യോ അത് ശരിയടാ, ഞാൻ പോയിട്ട് വരാം ജിമ്മിൻ. ശരിടാ. അങ്ങനെ ജിമ്മിന് ചിരിച്ച് ശരി. അങ്ങനെ ഹോസ്പിറ്റലിൽ അതെ ആ ഡോക്ടറിൻ്റെ പേഷ്യൻക്ക് അവിടേക്ക് ജിമ്മിൻ വന്നു. അത് ഡോക്ടർ എല്ലാ പേഷ്യൻ്റ് പോയി. ജിമ്മിന് എല്ലാ ഡോക്ടറിൽ 3 പേര് പേഷ്യൻ്റ്. 4ാമത്തെ പേഷ്യൻ്റ് നെയിം പോലീസ് അത് ഹീറോയിന് വന്നു. ജിമ്മിൻ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ജിമ്മിൻ ഇങ്ങനെ നോക്കുമായിരുന്നു പല്ല്. എന്ത് പറ്റി ഡോക്ടർ? ഇവർക്ക് പല്ല് വേദന. ആടുന്നുണ്ടോ? ആടും ഡോക്ടർ. ശരി ഈ പല്ലെടുക്കുക. ഡോക്ടർ പറഞ്ഞ കുട്ടി, ഈ പല്ലെടുത്തേ പറ്റൂ, ഇല്ല എനിക്ക് പ്രശ്നമാവും. പല്ലെടുത്ത പ്രശ്നമാവും? അയ്യോ ഇവൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല. എനിക്ക് പല്ലാടുന്നുണ്ടല്ലേ, ഈ പല്ലെടുത്ത് നിനക്ക് ശരിയാവും. അത് മുമ്പ് ഞങ്ങൾ ടേബിളിട്ട് എഴുതി തരാം, ഇത് ആടുന്നുണ്ടു. ഇപ്പം എടുക്കാൻ പറ്റില്ല നിനക്ക്. ഈ പല്ല് കുറച്ച് ഈ വേദന പോയപ്പോൾ നിനക്ക് പല്ലെടുക്കാം. അങ്ങനെ ജിമ്മിൻ മാത്രം എഴുതാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരു ബേബി ഡാഡാ എന്ന് സൗണ്ട് കേട്ടു. ജിമ്മിൻ തിരിഞ്ഞ് നോക്കി. ഹീറോയിൻ്റെ മമ്മി നോക്കി. അപ്പോൾ എന്ന് പറഞ്ഞ് ഒരു ക്യൂട്ട് ബേബി ആയിരുന്നു. ഡാഡി എന്ന് വിളിക്കായിരുന്നു. അത് ജങ്കുക്ക് എടുത്താണ്. ജങ്കുക്ക് പറഞ്ഞാണ് എടാ എനിക്ക് അറിയാമായിരുന്നു ബേബി എന്നാ എടുത്തു വന്ന്. അങ്ങനെ ഹീറോയിൻ ഒക്കെ ആയിരുന്നു. ഹീറോയിനെ നോക്കിയിട്ട് ബേബി സ്മൈൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇരിക്കായിരുന്നു. ജിമ്മിൻ്റെ അടുത്ത് ജങ്കുക്കിനെ കഴിഞ്ഞ് പോകുന്നു. ജിമ്മിനൊന്ന് നോക്കി ചിരിച്ചിട്ട് ഡാഡി എന്ന് വെച്ചിട്ട് ഹീറോയിൻ്റെ മുട്ട് പോകുന്ന അമ്മ ഹീറോയിനെ നോക്കിയിട്ട് നിന്നിട്ട് ഹീറോയിൻ്റെ നാളെ ജിം ചെയ്യാൻ തുടങ്ങി. ജങ്കുക്ക് പിടിക്കാൻ തുടങ്ങി. എനിക്കില്ല. അങ്ങനെ ഹീറോയിൻ പറഞ്ഞു മോസിൽ കൂടെ വന്ന് ഹീറോയെ എടുത്ത്. ഹീറോയിനെ കണ്ടിട്ട് നീ ആരാ? നിന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട് പറഞ്ഞ് ജിമ്മിന് പോയി ഹീറോയിനെ കിസ്സെത്തി കണ്ണത്തേക്ക്. ഹീറോയുടെ എല്ലാവർക്കും ഷോക്ക്. ഹീറോയിൻ മമ്മിക്ക് ഷോക്കും, ജങ്കുക്ക് ഷോക്ക്, ജിമ്മിന് ഷോക്കായി. കാതിൽ പറയാതെ
നീ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. എൻ്റെ ഞാൻ എൻ്റെ മമ്മി വിളിക്കാട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടോ ജിമ്മിക്ക് ഷാക്ക്, ഹീറോയുടെ മമ്മിക്ക് ഷാക്ക്, ഹീറോയുടെ ഡാഡിക്ക് ഷാക്കായി. എന്താ മമ്മിയാ, ഇവന് കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ ബേബി. അങ്ങനെ ഹീറോയിനെ കുട്ടി പിടിച്ചത് പിടിക്കുന്നു. സാർ ഞാൻ നോക്കിക്കോളാം എന്ന് ഹീറോയി സ്മാലിച്ചത്. അങ്ങനെ ബേബിനെ കൊണ്ട് കുറച്ച് ടൈം സ്റ്റേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് ഉറങ്ങി ജിമ്മിൻ്റെ അടുത്ത് വന്നു. ബേബിന് കൊടുത്തു. സോറി, ആ കുട്ടി കരിഞ്ഞായിരുന്നു, കുറച്ച് സോറി എന്ന് പറഞ്ഞു ഹീറോയോട്. ഓക്കെ ഹീറോയി പറഞ്ഞു. അങ്ങനെ വീട്ടിലൊക്കെ പോയി. ഹീറോയിന് മമ്മി കുറച്ച് ഡാഡി കുറച്ച് ഈ ജിമ്മിന് മാറി ഡ്രസ്സ് വരാൻ തുടങ്ങി. നല്ല ചെക്കനാണ്. ഒന്ന് ഹീറോയിൻ്റെ മമ്മി ഒന്നും തെറ്റി വരിച്ചില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി ഡാഡി ദേശം പോലെ തുടങ്ങി. പല്ല് വരുന്ന കുണവും അങ്ങനെ പല്ലെടുക്കാൻ പോകാമെന്ന് വെച്ചു. അങ്ങനെ പല്ലെടുക്കാനും ഹീറോയിനെ പല്ലെടുക്കാനും പോയി ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ബേബി ഹീറോയിൻ പല്ലെടുക്കായിരുന്നു. ഹീറോയിൻ പല്ലെടുത്തു. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? ഇത് നിറയെ നിറയെ ഇങ്ങനെ പല്ല് പോകും. അതിന് മുമ്പ് ഇങ്ങനെ ജിമ്മിന് ഇങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ നീ നിറയെ ഐസ്ക്രീം കഴിക്കണം, കുറച്ച് ഇത്ര ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, പല്ല് കുറച്ച് ശരിയാൻ വേണ്ടി പിന്നെ കുറച്ച് ഇങ്ങനെ മെഡിസിൻ എന്ന് പറഞ്ഞിരുന്നു. ടാബ്ലറ്റ് എന്ന് ഇത് കുറച്ച് കോണാവും, ഇരിക്കേണ്ട അങ്ങനെ പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ എടുന്ന് പോയി. അങ്ങനെ ഹീറോ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ മമ്മി ഡാഡി ജിമ്മിനെ കുറിച്ച് അറിയണമെന്ന് ഇങ്ങനെ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. ജിമ്മിനെ കുറിച്ച് നല്ല ചെക്കനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ അറിയണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ചെക്കനായിരുന്നു, ഇങ്ങനെ അറിയാൻ പറ്റുമോ നല്ല ചെക്കൻ. ശരി മോശമാവും, നമ്മൾ അവരെ കുറിച്ച് അറിയില്ല. അതിനായിട്ട് ഹീറോയിൻ്റെ മമ്മി നടന്ന് പോകുമ്പോഴായിരുന്നു അതിലൊരു ഗേൾ കണ്ടായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ നോക്കി. അങ്ങനെ പറയായിരുന്നു. അങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. നല്ല ഡോക്ടറാണല്ലേ. അങ്ങനെ എന്ത് ഡോക്ടറാണ്? ഇല്ല, ഒരു ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് നല്ല പേഷ്യൻ്റെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഇടുപ്പെല്ലാം കൊണായിരുന്നു, നടുവേദന സഹിക്കാൻ കഴിയില്ലായിരുന്നു. ജിമ്മിൻ ഡോക്ടർ നല്ല ഡോക്ടറാണ് അങ്ങനെയും കൊണ്ട് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ സംസാരിച്ച ഒരു പേഷ്യൻ്റ് ജിമ്മിൻ്റെ മമ്മി വന്നു. അങ്ങനെയായിട്ട് എല്ലാവർ പറഞ്ഞു, ഡോക്ടർ എങ്ങനെയാണ്, സുഖമാണോ? സുഖം തന്നെയാണ് അങ്ങനെ എന്നെ പറഞ്ഞായിരുന്നു. അങ്ങനെ അടുത്ത് പോയി. ജിമ്മിൻ്റെ മമ്മീനെ കണ്ട് ഹീറോയിൻ്റെ മമ്മിക്ക് കുറച്ച് സംസാരിക്കാൻ തോന്നി. അങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി.